₹1500 നമുക്കിപ്പോൾ ആമസോണിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്ന ബോട്ടിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഗെയിമിംഗ് ഇയർബഡ് ആണ് Immortal 121. എന്തായാലും ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ₹1500 നമ്മളിത് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ സവിശേഷതകൾ എന്നാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ Immortal 121. എന്തായാലും ഫിസിക്കലി നോക്കുവാണെങ്കിൽ ആ ഒരു ഷേപ്പ് ഒക്കെ കറക്റ്റ് പറയുവാണെങ്കിൽ സെയിം നമ്മുടെ ഡിഫൈ ഗ്രാവിറ്റി ടേബ് ഉണ്ടല്ലോ അത് തന്നെയാണ്. പക്ഷെ ചെറിയൊരു ഡിസൈനിന്റെ കാര്യത്തിൽ മാത്രം വ്യത്യാസമുണ്ട്. എന്തായാലും ഏറ്റവും മുകളിലായിട്ട് 3 ഒരു ആഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്പെറന്റ് ഇല്ല, അതുകൊണ്ട് തന്നെ ഉള്ളിലുള്ള RGB കളർ നമ്മുടെ ഡിഫൈ ഗ്രാവിറ്റി ടേബ് പോലെ പോലൊന്നും കാണാൻ പറ്റത്തില്ല. ഏറ്റവും അടിയിലായിട്ട് ബോർഡിന്റെ ലോഗോ ഉണ്ട്. കൂടാതെ LED RGB സ്ട്രിപ്സ് ആണ് കണ്ട ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. നല്ല രസമാണ് കേട്ടോ കാണാനും. ടൈപ്പ് സി പോർട്ട് നമുക്ക് ഏറ്റവും പറയിലായിട്ടും കാണാൻ പറ്റും. മാറ്റ് ഫിനിഷ്ഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് സ്ക്രാച്ച് ആയി പോയിട്ട് നമ്മളിപ്പോൾ റഫ് യൂസ് ചെയ്താലും അങ്ങോട്ട് സ്ക്രാച്ച് ആയി പോകേണ്ട ചാൻസസ് വളരെ കുറവാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും പറഞ്ഞ പോലെ തന്നെ ഇത് വെറും ഒരു കേസ് അല്ല, 400 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഒരു പവർ ബാങ്ക് കൂടിയിട്ടാണ്. അപ് ടു 40 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. അത് നമ്മളൊരു 60% പാട്ട് കേൾക്കുവാണെങ്കിൽ 40 മണിക്കൂർ എടുത്തുള്ളൂ. അല്ലെങ്കിൽ ഉറപ്പായിട്ടും അത് 30 അല്ലെങ്കിൽ 15 പോകുന്നതിൽ വേറെ ഒരു സംശയമില്ല കേട്ടോ. 1.5 hours ആണ് 100% ചാർജ് ആകാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. കേസ് 5V2 ആണ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന ചാർജിങ് അഡാപ്റ്റർ, അതായത് 10 wattsൻ്റെത്. നിങ്ങളൊരു ഫാസ്റ്റ് ചാർജർ യൂസ് ചെയ്തെങ്കിൽ പോലും അതിനകത്ത് ഔട്ട്പുട്ട് 10 watts, അതായത് 5V2 മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ടും അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ കേട്ടോ. പിന്നെ എല്ലാം നമ്മുടെ സ്വന്തം റിസ്കിൽ വേണം അതുമൊക്കെ നമ്മൾ ചാർജ് ചെയ്യാനായിട്ട്. കൂടാതെ ടൈപ്പ് സി അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എസാപ്പ് ചാർജിങ് ടെക്നോളജി ഉണ്ട്. അതായത് ജസ്റ്റ് ഒരു 10 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 180 മണിക്കൂർ നമുക്ക് ഒരു പ്ലേ ടൈം ലഭ്യമാകുന്നതാണ്. ഇനി കേസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് എന്താ പറയുക, ഇതിനകത്ത് ഇൻസ്റ്റാ വേക്കൻ പേ ടെക്നോളജി ഉണ്ട്. അതായത് നമ്മൾ ഓൾറെഡി ഏത് ഡിവൈസിലാണോ പെരുതുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് റീകണക്ട് ആകും. എന്തായാലും ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു RGB കണ്ടോ ഇങ്ങനെ മിന്നി മാറുന്ന നല്ല രസമുണ്ട് അതൊക്കെ കാണാനായിട്ട്. അല്ലെങ്കിൽ വേറെ ഒരു സംശയമില്ല കേട്ടോ. ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ ആ ഒരു ഗെയിമിംഗ് എന്താ പറയുക മൂഡ് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ആ ഒരു ആംബിയൻസ് കൊണ്ടുവരുന്ന കണക്കുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. ഓവറോൾ ആക്ച്വലി ഫിസിക്കൽ ഡിസൈനിൽ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. അത് കേസ് ആണെങ്കിലും നമ്മുടെ ഇയർബഡുകളാണെങ്കിലും. ഇയർബഡിലെ ഏറ്റവും പുറകിലായിട്ട് ആ ഉള്ള ഒരു LED ഇൻഡിക്കേറ്റർ എന്നൊക്കെ പറയുന്ന നല്ല രസമുണ്ട് ആ ഡിസൈനും. കൂടാതെ ഏറ്റവും അടിയിലായിട്ട് ബോർഡിന്റെ ലോഗോയുണ്ട്. പിന്നെ 10mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ 2 ഇയർബഡുകൾ നമുക്ക് ലഭ്യമാകുക. ഓരോ ഇയർബഡുകൾക്ക് 40 mAh വീതം ബാറ്ററി കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അപ് ടു 10 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. അതും നമ്മൾ 60% കേട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും 10 എന്ന് പറയുന്നത് എന്താ പറയുക ഇതുപോലെ 7ലേക്കും 8ലേക്കും ഒക്കെ മാറാനും ചാൻസസ് ഉണ്ട്. വെറും 3.7 grams മാത്രമാണ് കേട്ടോ ഓരോ ഇയർബഡുകളുടെയും വെയിറ്റ്. അതുകൊണ്ട് തന്നെ ചെവിയിലൊക്കെ അങ്ങനെ വെച്ച് കഴിഞ്ഞാലും ഭയങ്കര ഒരു ഹെവിനെസ് ഒന്നും ഫീൽ ചെയ്യത്തില്ല. പിന്നെ ഇയർ കംഫർട്ട് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഓരോ ആൾക്കാരുടെയും ഡിപ്പെൻസ് ആണ്. എന്തായാലും എന്റെ ചെവിയിൽ അങ്ങോട്ട് ഇരിപ്പുണ്ട്, അവിടെ നിന്ന് വേറെ ഒരു സംശയമില്ല കേട്ടോ. ഒരു ബെയറിംഗ് കംഫർട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ 30 minutes ആണ് 100% ഇയർബഡുകൾ ചാർജ് ആകാനായിട്ട് എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ടച്ച് സെൻസേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സെൻസിറ്റീവ് ആണ്. ജസ്റ്റ് ഒരു എത്ര ടച്ച് ചെയ്താൽ മതി നല്ല രീതിക്ക് അങ്ങോട്ട് വർക്ക്ഔട്ട് ആവുന്നുണ്ട്. ഇപ്പോൾ വലുതിലാണെങ്കിലും ഇടതിലാണെങ്കിലും ജസ്റ്റ് ഒരു 1 ടാപ്പ് ചെയ്യുകയാണെങ്കിൽ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും അതുപോലെ തന്നെ മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. വലുതിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നെക്സ്റ്റ് ട്രാക്കിലേക്കും ഇടതിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് പ്രീവിയസ് ട്രാക്കിലേക്കും പോകുന്നതാണ്. കൂടാതെ വലുതിൽ നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഒരു ബീസ് മോഡ് 40 ms ലോ ലേറ്റൻസി മോഡ് ഓൺ ആവുന്നതാണ്. ബീസ് മോഡ് ഓൺ എന്ന് ഇതിലങ്ങോട്ട് പറയും. കൂടാതെ നമ്മൾ വീണ്ടും അതുപോലെ തന്നെ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് ഓഫ് ആവുന്നതാണ്. കൂടാതെ ഇടതിൽ നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള വോയിസ് അസിസ്റ്റൻസ് വർക്ക് ആവുന്നതാണ്. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബോട്ട് Immortal 121 നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ് ഇൻഡോറിനകത്ത്. ആക്ച്വലി നോർമൽ ആണ് സംസാരിക്കുന്നത്. ഇതിനകത്ത് ക്വാഡ് മൈക്ക് വിത്ത് ENC ആണ്. അതായത് ഓരോ ഇയർബഡുകളിലും നമുക്ക് 2 മൈക്ക് വീതമുണ്ട്. 2 മൈക്ക് വീതമൊക്കെ ഉണ്ടെങ്കിൽ പോലും അതായത് ഈ 2 മൈക്കിലും കൂടെ കൂടിയിട്ട് അതായത് 2 ഇയർബഡിലും കൂടിയിട്ട് 4 മൈക്ക് ഉണ്ടെങ്കിലും ഇപ്പോൾ നോർമലി ഇൻഡോറിൽ സംസാരിക്കുമ്പോഴത്തേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? എന്തായാലും ഇതുപോലെ ആയിരിക്കും നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോഴത്തേക്ക് അവർക്ക് കേൾക്കുന്ന ആ ഒരു ഔട്ട്പുട്ട്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അത് വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇനി നമ്മുടെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വേണമെങ്കിൽ ഇതിൽ SBC AAC കോഡൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ AACയിലൊക്കെ 100% പാട്ടാ പോലും ഒരു പതർച്ച എന്ന് പറയുന്ന ഒരു സംഭവം സത്യം പറഞ്ഞാൽ നമുക്കില്ല കേട്ടോ. അത് ഏത് ടൈപ്പിലുള്ള പാട്ടുകൾ നിങ്ങൾ കേട്ടാലും 100% കേൾക്കുമ്പോഴത്തേക്ക് ഒരു പതർച്ച ഉണ്ടാവത്തില്ല. ചില പ്രോഡക്റ്റുകൾക്ക് ഈ ഒരു SBC കോഡൊക്കെ ഉള്ളപ്പോഴാണ് ഇതുപോലെ പതർച്ചകൾ നല്ല രീതിക്ക് നമുക്ക് കിട്ടും ഒരു 100% നമ്മൾ ഇടുമ്പോഴത്തേക്ക്. പക്ഷെ ഇവിടെ ആ ഒരു പ്രശ്നമേ ഇല്ല. എന്നാൽ ഇവിടുത്തെ ഒരു എന്താ പറയാ ഡ്രോബാക്ക് എന്ന് പറയുന്നത് നിങ്ങൾ
സ്റ്റീരിയോ ഔട്ട്പുട്ടാണ് കുറച്ച് നിങ്ങൾക്ക് ഇഷ്ടമാണ്. അതായത് ട്രബിളൊക്കെ കുറച്ച് നല്ല കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉറപ്പായിട്ടും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്ട് ചാൻസസ് കുറവാണ്. കാരണം കുറച്ചൊരു മോണോ ഔട്ട്പുട്ടാണ് ഇതിൽ കൂടുതൽ കിട്ടുന്നത് കേട്ടോ. ബേസ് ലെവൽ ആണെങ്കിൽ ഭയങ്കര ബേസ് ഉണ്ടെന്ന് വെച്ചാൽ ഭയങ്കര ബേസ് ഇല്ല, എന്നാൽ ബേസ് ഉണ്ട്. ഇല്ല ഇടി ഭയങ്കര ഇടി ഉണ്ടല്ലോ, അതായത് നമ്മളെ ബോട്ടിലൊക്കെ പൊതുവെ മറ്റുള്ള പ്രോഡക്റ്റുകൾ കാണുന്ന പോലത്തെ ഒരു ഇടി നമുക്ക് ഇവിടെ കിട്ടത്തില്ല. എന്നാൽ നിങ്ങൾ അത്യാവശ്യം നല്ല ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള പാട്ടുകൾ ഇടുവാണെങ്കിൽ അവിടെയും നല്ല രീതിക്ക് ആ ഒരു ബേസ് ഡോമിനേറ്റഡ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. എന്തായാലും എനിക്ക് ഈ ഒരു ഇയർബഡിൽ കുറച്ച് കൂടുതലായിട്ട് പാട്ടുകൾ കേട്ടപ്പോഴത്തേക്ക് വോക്കൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പാട്ടുകളുണ്ടല്ലോ, അത് കേൾക്കുമ്പോഴാണ് കുറച്ചുകൂടി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങളുടെ ഓരോ ആൾക്കാരുടെ എന്താ പറയുക ആ ഒരു രീതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതി എന്ന് പറയുന്നത് പല രീതിയായിരിക്കും. എന്തായാലും എൻ്റെ കാര്യമാണ് ഞാൻ അങ്ങോട്ട് പറയുന്നത്. ഓവറോൾ ഭയങ്കര സംഭവമൊന്നുമല്ല മ്യൂസിക് ക്വാളിറ്റി, എന്നാൽ പോലും അത്യാവശ്യം നല്ല മ്യൂസിക് ക്വാളിറ്റി ഉണ്ട്. നമ്മൾ ഒരു 50% ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ലോ ആയിട്ടാണ് കേൾക്കുന്നത്. മാക്സിമം ഒരു എന്താ പറയുക 80% ഇട്ടാൽ മാത്രമേ അത്യാവശ്യം നല്ല ലൗഡായിട്ട് അല്ലെങ്കിൽ എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. സോ നമ്മൾ എപ്പോഴും ആ ഒരു 80-100 ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു 10 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും 8 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂറൊക്കെ പോകും. എന്തായാലും 7 മണിക്കൂർ എന്ന് പറഞ്ഞാൽ തന്നെ സത്യം പറഞ്ഞാൽ ധാരാളമാണ്, അതിലൊന്നും വേറൊരു സംശയമില്ല കേട്ടോ. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറഞ്ഞത് 5.3, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറഞ്ഞത് 10 മീറ്റർ ആണ്. കൂടാതെ IPX4 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അത്യാവശ്യം ഡ്രസ്സിലെങ്കിലും അല്ലെങ്കിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇത് ഉപയോഗിച്ചാലും അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ല. നമ്മൾ ഭയങ്കര ഹെവി റെയിലൊക്കെ ഇതൊക്കെ വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അടിച്ചു പോകും. എപ്പോൾ അടിച്ചു പോയെന്ന് ചോദിച്ചാൽ മതി. ഒരു വർഷം വാറന്റി ഉണ്ടെങ്കിലും വാട്ടർ ഡാമേജ് അതുപോലെ തന്നെ അങ്ങനെയുള്ള സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ വാറന്റി ക്ലെയിം ചെയ്ത് തരത്തൂല കേട്ടോ. പണ്ടൊക്കെ ഓൺലൈൻ ആയിരുന്നപ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞു വേണമെങ്കിലും അയക്കായിരുന്നു. ചിലപ്പോൾ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ സാധനം തിരിച്ച് കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. നമ്മൾ ഡയറക്റ്റ് പല സ്ഥലങ്ങളിലും ഇവരുടെ ഫിസിക്കൽ സർവീസ് സെൻ്റർ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ മാക്സിമം നമ്മൾ എങ്ങനെ വാറന്റി ക്ലെയിം ചെയ്യിപ്പിക്കാതിരിക്കാനാണ് നോക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ മാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അവോയ്ഡ് ചെയ്യുക. അതായത് ഭയങ്കര ഹെവി റെയിലൊന്നും ഇത് ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ ഇനി നമ്മുടെ ബീസ്റ്റ് മോഡ്, അതായത് 40 ms ലോ ലേറ്റൻസി മോഡ് പബ്ജി പോലുള്ള ഗെയിമുകൾ കളിക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം വർക്കൗട്ട് ആകുന്നു. അതായത് നമ്മൾ ഈ ഒരു 1500 കൊടുത്തിട്ട് സാധനം വാങ്ങിച്ചാൽ പബ്ജി പോലുള്ള ഗെയിമുകൾ കളിക്കാൻ പറ്റുമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്തായാലും ഞാൻ ഓട്ടോ ഇട്ടിട്ട് അങ്ങോട്ട് സ്പ്രേ ചെയ്യാൻ പോവാണ്. സ്പ്രേ ചെയ്തിട്ട് ഞാൻ ഈ ഒരു ട്രിഗറിന് കൈ എടുക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം ആ ഒരു സൗണ്ട് സസ്റ്റെയിൻ ചെയ്യുമെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. എന്തായാലും 40 ms ആണെങ്കിലും ചെറിയൊരു പൊടിക്കൊരു 0.1 സെക്കൻഡ് ഒരു ഡിലേ ഉണ്ട് കേട്ടോ. പക്ഷേ സിംഗിൾ ടാപ്പിൽ കണ്ടോ അങ്ങോട്ടത് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. എന്നാൽ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോഴത്തേക്ക് കണ്ടോ ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു 0.1 സെക്കൻഡ് അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് മാത്രമാണ് ചെറിയൊരു ഡിലേ എന്ന് പറയുന്നത്. അല്ലാണ്ട് ഭയങ്കരമായിട്ട് ഡിലേ ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സാധനം വെച്ച് ഗെയിമൊക്കെ എന്താ പറയുക ഒരു പ്രോ പ്ലെയർ അല്ലെങ്കിൽ ഉറപ്പായിട്ടും കളിക്കാൻ പറ്റും കേട്ടോ. എന്തായാലും 40 ms ബീസ് മോഡ് പബ്ജി കളിക്കുമ്പോഴത്തേക്ക് കുഴപ്പമില്ല അല്ലേ. പിന്നെ ഞാൻ വീണ്ടും പറയേണ്ടത് ആ ഒരു പ്രോ പ്ലെയർ എന്ന് പറയുമ്പോഴേ ചിലപ്പോൾ അവർക്ക് ഇതുപോലെ അയ്യോ ഇത് വേണ്ടായിരുന്നു അല്ലെങ്കിൽ ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ആ ഒരു സൗണ്ട് ഇപ്പോൾ ഫുഡ് സ്റ്റെപ്പിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് അവർക്ക് അടിക്കാൻ പറ്റിയില്ലെങ്കിൽ ചെറിയൊരു ഡിസപ്പോയിൻറ്റ് ആവും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രോ പ്ലെയറിന് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ ചാൻസസ് ഇല്ല എന്ന് പറയുന്നത്. എന്നാൽ എന്നെ പോലുള്ള നോർമൽ പ്ലെയറിനൊക്കെ ഉറപ്പായിട്ട് ഈ ഒരു ഇമ്മോർട്ടൽ 121 നല്ലത് തന്നെയാണ് കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോസ് കാണുമ്പോൾ പോലും ബീസ് മോഡ് ഓൺ ആക്കിയാണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു ലിപ്സിംഗ് കിട്ടുന്നത് കേട്ടോ. ഈ ഒരു ബീസ് മോഡ് ഓഫ് ആക്കിയിട്ട് കേൾക്കുന്ന സമയത്ത് എന്തോ പറയുക ചെറിയൊരു ലിപ്സിംഗ് ചെറിയൊരു വ്യത്യാസം ഉണ്ട്. അത് 5.3 ആയിട്ട് പോലും എന്താണ് കാര്യമൊന്നും എനിക്ക് അറിയത്തില്ല. എൻ്റെ മൊബൈൽ എന്തായാലും 5.1 ആണ്. ഇനി അതിന്റെ പ്രശ്നമാണോ എന്ന് അറിയത്തില്ല. എന്തായാലും ചെറിയൊരു ലിപ്സിംഗ് ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ ബീസ് മോഡ് ഓൺ ആക്കുമ്പോഴത്തേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബോട്ട് ഇമോർട്ടൽ 121നെ കുറിച്ച് ബേസിക് ആയിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. 1490 നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ ഇല്ലയോ എന്നോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ പറയും സത്യം പറഞ്ഞാൽ 1490 എന്തോ മ്യൂസിക് ക്വാളിറ്റി ഒന്നും അത്രയ്ക്കും ഭയങ്കര പെർഫെക്റ്റ് ആണ് എനിക്ക് തോന്നുന്നില്ല. ഇതിനേക്കാളും ബെറ്റർ ഫാർ ബെറ്റർ ആണ് നമ്മുടെ എയർഡോപ്സ് 161 ഒക്കെ. പിന്നെ വോക്കൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാട്ടുകൾ ഭയങ്കര ബേസ് വേണ്ടാത്ത പാട്ടുകളൊക്കെയാണ് ആഗ്രഹം നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റിലേക്ക് പോകുന്നതും കുഴപ്പമില്ല. പിന്നെ മൂവീസ് കാണാനും നോർമൽ ഇതുപോലുള്ള ആ ഒരു യൂസിനൊക്കെ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. 1299 1399 ഈ ഒരു റേഞ്ചിൽ ഇത് കിട്ടുവാണെങ്കിൽ കണ്ണും പൂട്ടി വാങ്ങിച്ചോളൂ. അല്ലാത്ത പക്ഷം 1500 രൂപ അതല്ല 1500 രൂപയ്ക്ക് മുകളിൽ ഇനി കുറച്ച് കഴിയുമ്പോൾ ആ റേറ്റ് എത്രയാണെന്ന് അറിയത്തില്ല. എന്തായാലും അങ്ങനെയൊക്കെ വരുന്നെങ്കിൽ നിങ്ങൾ വാങ്ങിക്കാതിരിക്കുന്നതാണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളൊരു സംഭവം ഞാൻ പറയത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് എന്തായാലും ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടും ജസ്റ്റ് ഷെയർ ചെയ്യുക. കൂടുതൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.